അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അനുഭവിച്ചവരായിരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് തോന്നാം ദീൻ പാലിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന്, ഞാൻ ഒരിക്കലും നല്ലൊരു മുസ്ലിം ആകില്ല എന്ന്, എനിക്കിതൊന്നും പറ്റില്ല എന്ന്, അതുമല്ലെങ്കിൽ ഇത്രയും നിയമങ്ങളൊന്നും വേണ്ടായിരുന്നു എന്ന്, ചില സമയങ്ങളിലൊക്കെ ഇത് കുറച്ചുകൂടെ എളുപ്പമാകാമായിരുന്നു എന്ന്, ഇങ്ങനെയുള്ള ചിന്തകൾ പലർക്കും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഈ ദീൻ സൃഷ്ടിച്ചത് ആരാണ്? നമ്മളെ സൃഷ്ടിച്ച അതേ അള്ളാഹുവാണ്. അതിനാൽ നമ്മുടെ കഴിവും ബലഹീനതയും ഏറ്റവും നന്നായി അറിയുന്നവനും അള്ളാഹുവാണ്. അതിനാലാണ് അള്ളാഹു ഖുർആനിൽ പറയുന്നത്, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമല്ല എന്ന്. ഇത് സൂറത്തുൽ ബഖറ 185 ആയത്തിൽ പറയുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ദീൻ ഭാരമായി തോന്നുന്നത്? അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ ഒരേ സമയം എല്ലാം മാറ്റാൻ ശ്രമിക്കും. ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായും മാറണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പതുക്കെ പതുക്കെ വളരാനാണ്. ചെറിയ നല്ല പ്രവൃത്തികൾ ദിവസവും ചെയ്ത് തുടർച്ചയായി ചെയ്ത്, അതാണല്ലോ നബി ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളെക്കുറിച്ചും പറഞ്ഞത്. കുറവായാലും സ്ഥിരമായി ചെയ്യുന്ന അമലുകളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ കാരണം, നമ്മൾ മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യും. അവൾ ഖുർആൻ മുഴുവൻ വായിക്കുന്നു, അവർ എല്ലാ സുന്നത്തും പാലിക്കുന്നു, ഞാൻ മാത്രം ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ശൈത്താൻ നമ്മെ നിരാശപ്പെടുത്തും. അള്ളാഹു നിങ്ങളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നില്ല. നിങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇന്ന് അള്ളാഹുവിലേക്കൊരു ചുവട് അടുത്തോ എന്നാണ് പ്രധാനപ്പെട്ടത്. മൂന്നാമത്തെ കാരണം, നമ്മൾ തെറ്റുകൾ ചെയ്താൽ എല്ലാം കഴിഞ്ഞെന്ന് കരുതും. പക്ഷേ ഇസ്ലാം പ്രതീക്ഷയുടെ മതമാണ്. തൗബയുടെ വാതിൽ തുറന്നിരിക്കുന്നു. നിങ്ങൾക്ക് തെറ്റു പറ്റിയാൽ വീണ്ടും എഴുന്നേൽക്കുക, വീണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങുക. ഓരോ തവണയും അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. ഇന്ന് നിങ്ങൾക്ക് നിസ്കാരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു നിസ്കാരം പോലും ഉപേക്ഷിക്കാതെ തുടങ്ങൂ എന്നതിനു പകരം ഓരോ നിസ്കാരങ്ങളായി നിസ്കരിച്ചു തുടങ്ങൂ എന്നാവാം. ഖുർആൻ വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ആയത്ത് മാത്രം വായിക്കൂ. ദുആ ചെയ്യാൻ മറക്കാറുണ്ടെങ്കിൽ 1 മിനിറ്റ് മാത്രം അള്ളാഹുവിനോട് സംസാരിക്കൂ. ചെറിയ തുടക്കങ്ങളെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കാരണം വലിയ മാറ്റങ്ങൾ പലപ്പോഴും തുടങ്ങുന്നത് ചെറിയ ചുവടുകളിൽ നിന്നാണ്. ഈ സീരീസിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. നിങ്ങളെ കുറ്റപ്പെടുത്താനില്ല, നിങ്ങളോടൊപ്പം അള്ളാഹുവിലേക്ക് ഒരു ചെറിയ യാത്ര നടത്താനാണ്. അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയാനാണ്. ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലുറപ്പിക്കൂ. അള്ളാഹു നിങ്ങളിൽ നിന്ന് പൂർണ്ണതയല്ല ആവശ്യപ്പെടുന്നത്, ആത്മാർത്ഥമായ ശ്രമമാണ്. ഇത്തരം മതപരമായ അറിവുകൾ ദിവസവും ലഭിക്കാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അള്ളാഹു നമ്മുടെ ദീനിനെ നമുക്ക് എളുപ്പമാക്കട്ടെ. അവനിലേക്ക് സന്തോഷത്തോടെ ആരാധന ചെയ്യാൻ കഴിയുന്ന ഹൃദയം നമുക്ക് നൽകട്ടെ. ആമീൻ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ കമൻറ്റിൽ കൊടുക്കുന്നതായിരിക്കും.